അസ്സലാമു അലൈക്കും. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മൾ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. ഇപ്പോൾ ടൈം 6:30 ആണ്. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ടൈമാണിത്. പുറത്തേക്ക് നോക്കിയാൽ കുറേ കുട്ടികളിങ്ങനെ സ്കൂളിലേക്ക് പോകുന്നതൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ടൈമിലെ കാഴ്ചകൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറുമാണ്. അപ്പോഴാണ് എനിക്കിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്നുള്ളൊരു ചിന്ത വന്നത്. അതുവരെ യാതൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര മടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും മടിയെല്ലാം മാറ്റി വെച്ച് ഞാനങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് ഇന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാനറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ തന്നെയാണ് ഞാനിതിൽ എഴുതിയിട്ടുള്ളത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി മോൻക്ക് സ്കൂളിലേക്ക് പോകണം. അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസാണ് കാണിക്കുന്നത്. ഇന്ന് ഞാൻ അവനക്ക് പൊറോട്ടയും ചിക്കൻ കറിയാണ് കൊടുത്തു വിടുന്നത്. രാവിലെ ആൾ വെറും കോഫി മാത്രം കുടിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോവൽ. ഈ ഒരു ടൈമിൽ അവനക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പോലും കഴിക്കാതെയാണ് പോവുക. നമ്മളിനിയിപ്പോൾ എത്ര നിർബന്ധിച്ചാലും ആൾ കഴിക്കുകയില്ല, കരയാനേ ഇരിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് ബോക്സിൽ വെച്ച് കൊടുത്താൽ ആളത് സ്കൂളിൽ നിന്ന് കഴിച്ചിട്ടായിരിക്കും പിന്നെ വരിക. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ അവൻ സ്കൂളിലേക്ക് പോയി. ഇനി ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. എനിക്കിങ്ങനെ രാവിലെ ഓട്സ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് ഓട്സ് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഹസ്ബൻഡിന് പൊറോട്ട ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ഞാൻ ഓട്സും കഴിച്ചു. അടുത്തതായിട്ട് ഇനി കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇന്നെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. ആ ഒരു കാര്യം ചെയ്യണം എന്നതുകൊണ്ട് തന്നെ എൻ്റെ ജോലികളൊക്കെ ഞാനിന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കുന്നുണ്ട്. ഇത് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വാഷ് ചെയ്തിട്ട് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. എനിക്ക് എന്ത് ഫുഡ് ഐറ്റംസ് കഴുകുകയാണെങ്കിലും 3 പ്രാവശ്യം അത് കഴുകിയാലേ ഒരു തൃപ്തി വരുള്ളൂ. അതിനിപ്പോൾ അരി ആയാലും പച്ചക്കറി ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. 3 പ്രാവശ്യം ഞാനത് കഴുകിയാലാണ് എനിക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ. അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ലഞ്ച് പ്രിപ്പറേഷൻസിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഇവിടെ കുറച്ച് സോയ കുറേ നാളായിട്ട് ഇരിക്കുന്നത് കണ്ടത്. ഇവിടെ സോയക്കൊന്നും തീരെ ചിലവില്ല. ഒരു പ്രാവശ്യം വാങ്ങിയാൽ തന്നെ അത് കുറേ നാൾ നിൽക്കും. അപ്പോൾ ഞാൻ അതിങ്ങനെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ എഗ്ഗിൻ്റെ കൂടെ അതും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയണോ എഗ്ഗ് ബിരിയാണി എന്ന് പറയണോ എന്താണെന്നൊന്നും അറിയില്ല. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഏതോ ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് ഇങ്ങനെ സോയ ഇട്ടിട്ടുള്ളൊരു ബിരിയാണി കഴിച്ചത്. അന്ന് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. എനിക്കാണെങ്കിൽ ആ ഒരു ബിരിയാണി തീരെ ഇഷ്ടമില്ലാത്ത ഒന്നാണ്. അന്ന് ബിരിയാണിയിൽ ചിക്കൻ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വാശി പിടിച്ച് കരഞ്ഞപ്പോൾ എൻ്റെ ഉമ്മമ്മ എനിക്ക് ഇത് ചിക്കനാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ അത് ചിക്കൻ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് കഴിച്ചു. ഇപ്പോൾ ഞാൻ എപ്പോൾ സോയ കണ്ടാലും എനിക്ക് ആ ഒരു കാര്യം അപ്പോൾ ഓർമ്മ വരും. അന്ന് ആ ബിരിയാണിയിൽ ഒരു എഗ്ഗും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഈ പരീക്ഷണം നടത്തുന്നത്. എന്നും ഒരേ ഫുഡ് തന്നെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ചെറിയൊരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ സത്യം പറയാലോ, എത്രയൊക്കെ നമ്മൾ ചിക്കൻ ബിരിയാണി വെക്കുന്ന പോലെ നന്നാക്കി വെച്ചാലും ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തത്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു വാരുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റെല്ലാം നീറ്റാക്കി ഇട്ടു. ഇതും കൂടി ആയപ്പോൾ എൻ്റെ ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യാനുണ്ട് എന്നുള്ളത്. അത് ഇതാണ് കേട്ടോ. അതായത് ഞാനൊരു കാലിഗ്രഫി എഴുതാമെന്ന് വിചാരിച്ചു. എനിക്ക് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്.
ചില ദിവസം ഞാൻ പെയിൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചിത്രം വരക്കും, അതല്ലെങ്കിൽ കാലിഗ്രഫി എഴുതും. അങ്ങനെ ഓരോ ദിവസം എൻ്റെ മൈൻഡൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യും. മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മളെ ഈ ഫോൺ അഡിക്ഷൻ കുറയാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇന്ന് വർക്കിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ലോങ് പോകാനുണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഞങ്ങളും പോയി. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് റബീഉൽ അവ്വൽ മാസമാണ്, നമ്മളത് നബി തങ്ങളെ മാസമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനും അതുപോലെ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാനും ഒക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയാം. ഞാനങ്ങനെ ഒരുപാട് അറിവുള്ള ആളൊന്നുമല്ല, എന്നാലും എൻ്റെ ഈ ചെറിയ അറിവുകൾ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നബി തങ്ങളുമായിട്ട് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ധാരാളം സ്വലാത്തുകൾ നബി തങ്ങൾക്ക് വേണ്ടിയിട്ട് ചൊല്ലുന്നതാണ്. ഒരുപാട് സ്വലാത്തുകളുണ്ട്, അതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് സ്വലാത്ത് വേണമെങ്കിലും ചൊല്ലാം. രണ്ടാമത്തത്, നബി തങ്ങളെക്കുറിച്ചിട്ട് വർണ്ണിക്കുന്ന നല്ല നല്ല മദ്ഹ് ഗാനങ്ങളുണ്ട്. അത് നമുക്ക് കേട്ടാൽ നബി തങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. അപ്പോൾ അങ്ങനെ ചെയ്യാം. മൂന്നാമത്തത്, നബി തങ്ങളോട് എല്ലാ ദിവസവും സലാം പറയുക എന്നുള്ളതാണ്. നാലാമത്തൊരു കാര്യം, നബി തങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതായത് ചരിത്രങ്ങൾ പഠിക്കുക. യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നബി തങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മുത്തുനബി തങ്ങളുടെ ജീവിതത്തിലെ സുന്നത്തുകളൊക്കെ നമ്മളെ ജീവിതത്തിലും പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ കാര്യം ചെയ്യുമ്പോഴും നബി തങ്ങളെ മനസ്സിൽ ഓർക്കുക. മുത്തുനബി തങ്ങളുടെ സുന്നത്തിനെ ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളൊരു നിയത്തോട് കൂടിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാം. അടുത്തൊരു കാര്യമാണ് ഹറാമായ കാര്യങ്ങൾ ചെയ്യാതെയും കാണാതെയും ഇരിക്കുക എന്നുള്ളത്. പിന്നെ നബി തങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മളും ഇഷ്ടപ്പെടുക. നബി തങ്ങൾ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ വെറുക്കുന്ന കാര്യങ്ങൾ നമ്മളും ഇഷ്ടപ്പെടാതിരിക്കുക. അതേപോലെ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നവരാവുക, കരുണയുള്ളവരാവുക. പിന്നെ നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ നമ്മളെ മനസ്സിൽ പച്ചക്കുപ്പയും മദീനയും ഒക്കെ ഓർക്കുക. അതേപോലെ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നല്ലൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഉറങ്ങുക. നമ്മൾ മനസ്സിൽ ഇന്നെന്തായാലും എനിക്കെൻ്റെ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ പറ്റും, അള്ളാഹു എനിക്കെന്തായാലും കാണിച്ചു തരും, അങ്ങനെയുള്ളൊരു നല്ലൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഉറങ്ങാം. മാത്രമല്ല അള്ളാഹുവിനോട് നല്ല ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ടും കൂടി ഉറങ്ങുക. ഇൻഷാ അല്ലാഹ് എന്തായാലും അള്ളാഹു നമ്മളെ ദുആ ഒരു ദിവസം സ്വീകരിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.